എല്ലാവർക്കും നമസ്കാരം. അങ്കമാലിയിൽ നിന്ന് എരുമേലിയിലേക്ക് ട്രെയിൻ, ശബരി റെയിൽപാത, ഇതിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലത്തിലധികമായി. എന്നാൽ ഇപ്പോൾ തേനിയിൽ നിന്ന് കമ്പം, കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട് വഴി 95 കിലോമീറ്റർ നീളമുള്ള ബ്രോഡ് ഗേജ് പാത പരിഗണിക്കുന്നു. ഇതിൻ്റെ സർവേ നടത്താൻ അനുമതി നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തമിഴ്നാട്ടിൽ നിന്നുള്ള എംപിമാരായ പി ഗണപതി രാജ്കുമാറിനെയും തമിഴ് സെൽവത്തെയും കഴിഞ്ഞ ദിവസം അറിയിച്ചു. എനിക്ക് തോന്നുന്നത് അങ്കമാലിയിൽ നിന്ന് എരുമേലിയിൽ ട്രെയിൻ ചെല്ലുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തേനിയിൽ നിന്ന് എരുമേലിയിൽ ട്രെയിൻ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ? സത്യത്തിൽ കേരളത്തിലെ എം പിമാരുടെയും എം എൽ എമാരുടെയും തൊഴിലെന്താണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഇവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്കറിയാവുന്നത്? ഞാൻ കണ്ടിട്ടുള്ളത് നിരന്തര ഉദ്ഘാടനങ്ങൾ, അതങ്ങോട്ട് കൂൾബാർ തൊട്ടങ്ങ് മുകളിലോട്ടുള്ള ഉദ്ഘാടനങ്ങൾ, കല്യാണ സ്ഥലങ്ങളിലെ സന്ദർശനം, മരണ വീടുകളിലെ സന്ദർശനം, പിന്നെ കുറച്ച് കവല രാഷ്ട്രീയ പ്രസംഗങ്ങൾ, കുറച്ച് പ്രസ്താവനകൾ. ചിലരൊക്കെ മഴക്കാലത്ത് ലൈഫ് ജാക്കറ്റും ഒക്കെ ധരിച്ച് വെള്ളത്തിൽ കൂടെ നീന്തി നടക്കുന്നതും കാണാം. നിയമസഭയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രതിപക്ഷത്താണെങ്കിൽ എന്തിനേയും അന്ധമായിട്ട് എതിർക്കുക, ഭരണപക്ഷത്താണെങ്കിൽ ചുമ്മാ വായിക്കോട്ടായും ഒക്കെ വിട്ട് ഇടയ്ക്ക് കുനിഞ്ഞിങ്ങനെ ഇരിക്കുക, ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുക. വേറെ ഇവരുടെ ജോലികൾ എന്താണ് എന്ന് അറിയുന്നവർ ഒന്ന് പറയാമോ? ഇവർക്ക്, അതായത് എം പിമാർക്കും എം എൽ എമാർക്കും അവരുടെ ജോലി എന്താണെന്ന് അറിയില്ല എന്ന കാര്യം ഉറപ്പാണ്. എം പിമാർക്ക് കേന്ദ്രത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് എന്തു പറഞ്ഞാലും അതിനെ അന്ധമായി എതിർക്കുക എന്നല്ലാതെ വേറെ ഒരു ജോലി അവർക്കില്ലെന്നുള്ള സത്യം. അത് ഈ ദിവസങ്ങളിലെ പല നമ്മുടെ ലോക്സഭയിലെ ഒക്കെ മീറ്റിങ്ങുകൾ നോക്കിയാൽ മതി. രണ്ടു കൂട്ടരുടെയും വികസനം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, അവരുടെ ആസ്തി വികസനവും അത് ചില വെയിറ്റിംഗ് ഷെഡുകളിൽ എഴുതി വെക്കലുകളുമാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ന എം പിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ ചില ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, എന്നിട്ട് വന്യ തുക എഴുതിയെടുക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, എം എൽ എമാരുടെയൊക്കെ ഈ ക്രിമിനലുകളുടെ വക്കാലത്തിന് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കലും ചെല്ലലും ആളിനെ ഇറക്കിക്കൊണ്ട് പോരലും ഒക്കെയാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് സന്ധ്യ കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും പുറത്ത് പറയാൻ കൊള്ളുകയില്ല. എന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് ആരോപണങ്ങളായിട്ടൊക്കെ വെളിവരും. ആരോപണങ്ങൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ, പിന്നീട് പരസ്പര ധാരണയിൽ അതെല്ലാം ഇല്ലെന്നായി പോവുകയും ചെയ്യും. ഇതല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ജോലി ഉള്ളതായിട്ട് നിങ്ങൾക്കൊന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയാമോ? അങ്കമാലിയിൽ നിന്ന് എരുമേലിയിലേക്കും എരുമേലിയിൽ നിന്ന് തേനിയിലേക്കും ട്രെയിനുകൾ പോകുന്നത് എല്ലാ വിധത്തിലും കേരളത്തിന് നല്ലതാണ്, പൊതുജനങ്ങൾക്ക് നല്ലതാണ്. രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ഗതാഗതത്തിനും ആളുകളുടെ യാത്രയ്ക്കും ഈ ട്രെയിനുകൾ വളരെയധികം ഉപയോഗപ്പെടും. തമിഴ് എം പിമാർക്ക് അവരുടെ നാട്ടുകാർ ശബരിമല യാത്രകളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി തേനിയിൽ നിന്ന് എരുമേലിയിലേക്ക് ട്രെയിൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ എം എൽ എമാരും ഗവൺമെൻറ്റും ചിന്തിക്കുന്നത് KSRTCയുടെ വരുമാനം മാത്രമാണ്. കുമളിയിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ അങ്ങോട്ട് പുനലൂരിൽ നിന്നും ഒക്കെ എങ്ങനെ ആളിനെ KSRTCക്ക് കൂട്ടാം. ചിലപ്പോൾ കുറച്ച് വഴിയോര കച്ചവടക്കാരുടെയും സ്വകാര്യ ടാക്സി വാഹനങ്ങളുടെയും വരുമാനം കൂട്ടത്തിൽ കാണുമായിരിക്കും കേട്ടോ. അതിനപ്പുറത്തേക്ക് ട്രെയിൻ ഗതാഗതം തുടങ്ങിയാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ വരാനുള്ള വലിയ വികസന പദ്ധതികൾ കാണാനുള്ള ബുദ്ധി ഇവന്മാർക്കില്ലെന്നുള്ള സത്യം. ഉണ്ടായിരുന്ന കേരളം എന്നേ നന്നായനെ. കേരളത്തിൽ ശബരി റെയിലിന് വേണ്ടി 3 പതിറ്റാണ്ടിലായി സ്ഥലം അളന്ന് തിരിച്ചു പോയത് മൂലം സ്ഥലം വിൽക്കാനോ ബാങ്ക് വായ്പ എടുക്കുന്നതിനോ സാധിക്കാത്ത ആളുകൾ അനവധിയാണ്. വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് പോലും സഹായം ലഭിക്കുന്നില്ല. എറണാകുളം, കോട്ടയം, ഒരു പരിധി വരെ പത്തനംതിട്ട, പിന്നെ ഇടുക്കി ജില്ലകളുടെയൊക്കെ
ഭാഗങ്ങളിലാണ് ഇതുള്ളത്. ഏറ്റവും ശല്യമായിട്ട് നിൽക്കുന്ന എറണാകുളം കോട്ടയം ജില്ലയിലാണ്. 30 വർഷത്തിലധികമായി ഇത്രയധികം കഷ്ടത അനുഭവിക്കുന്ന ജനത്തിൻ്റെ വോട്ടും ഈ വൃത്തികെട്ടവന്മാർക്ക് ലഭിക്കുന്നുണ്ട്. ജനസേവനമാണ് ഉദ്ദേശമെങ്കിൽ, മുമ്പോട്ട് ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ ഈ പദ്ധതി എത്രയോ വർഷങ്ങൾ മുമ്പേ നടപ്പാക്കേണ്ടതാണ്. വോട്ട് വാങ്ങുന്ന ജനത്തോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ അങ്കമാലി എരുമേലി റെയിൽവേ ശബരി പദ്ധതിക്ക് വേണ്ടി അളന്ന് തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലം ആ പ്രശ്നങ്ങളെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കാവോ എന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഒന്ന് വിൽക്കാനോ അവിടെ എന്തെങ്കിലുമൊക്കെ പണിയാനോ പറ്റുന്ന രീതിയിൽ ഈ പരിപാടി വേണ്ടെന്നെങ്കിലും ഒന്നാക്കും. അങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ടൊരു ഗുണം ഈ വോട്ട് ചെയ്ത ജനത്തിന് ചെറിയ ഗുണമെങ്കിലും ലഭിക്കട്ടെ. എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? 30 വർഷത്തിലധികമായെന്ന് ഉണ്ടാക്കിയിട്ടിട്ട് സർവേ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കേരള രാഷ്ട്രീയത്തിലെ 99% നേതാക്കന്മാരും വളർന്നു വന്നത് സകലതും നശിപ്പിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്. ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാലും പറയുകയാണ്, ഒന്നുകിൽ സകല കൊള്ളരുതായികകളും അഴിമതിയും സ്വജനപക്ഷപാതവുമുള്ള ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ വെറും നിർഗുണന്മാർ. കേരള രാഷ്ട്രീയത്തിലെ 99% ഈ തരം ആളുകളാണ്. ഈ നിർഗുണന്മാരാണെങ്കിൽ അവന്മാർക്ക് കൈക്കൂലിയും വേണ്ട, അവരഴിമതിയും ചെയ്യല, അവർ നാടിന് വേണ്ടി ഒന്നും ചെയ്യല. അങ്ങനത്തെ കുറേ എണ്ണവും കേരളത്തിലുണ്ട്. അവരിൽ ഭൂരിപക്ഷത്തിനും ഭാവി കേരളം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകണം എന്നതിനെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണവും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ലെന്നുള്ളതാണ്. നിർധനരായ ആളുകൾ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ പഠിപ്പിക്കണമെന്നും നാളെ അവർക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്നും നല്ല സ്ഥലവും വീടും സമ്പാദ്യവും സുരക്ഷിതവുമായ ജീവിതവും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ശരിയല്ലേ? അതിനുവേണ്ടി അവരാൽ പറ്റുന്നത് പോലെ പരിശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തികളും സ്വന്തം മക്കളുടെ ഭാവിക്ക് തടസ്സമാകുന്ന വിധം ഒരു കമ്മീഷനും കൈക്കൂലിയും വാങ്ങുകയില്ല. എന്ന് പറഞ്ഞാൽ നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്നതിന് അവരെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്യും. നല്ല ഭക്ഷണം കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം കൊടുക്കും. നല്ല വസ്ത്രങ്ങളും മറ്റ് സൗകര്യങ്ങളും കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം കൊടുക്കും. കേട്ടിട്ടില്ലേ, വെള്ളപ്പൊക്ക സമയത്ത് ക്യാമ്പിൽ കിടക്കുന്നവർക്ക് വസ്ത്രം വാങ്ങിച്ചത് 7 കോടി. ഞാൻ ഓർത്തിട്ടുണ്ട്, സ്വർണം കൊണ്ടുള്ള അണ്ടർവെയർ ആണോ മേടിച്ചതെന്ന്. ശരിയല്ലേ? 7 കോടിയുടെ വസ്ത്രം, ഒരു ഉളുപ്പുമില്ലാതെ കണക്ക് വായിക്കുന്നത്. എന്നാൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്നതിനകത്തുനിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കമ്മീഷൻ അടിക്കാൻ ശ്രമിക്കുമോ? ശ്രമിക്കുകയല്ലെന്നുള്ളത് ഉറപ്പ്. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരും അവരും കൊണ്ടുനടക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എന്ത് ചെയ്താലും അതിനകത്തുനിന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് നടക്കുന്നതും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ജനങ്ങളെ വിളിക്കുന്നത് മക്കളെന്നാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ മിക്കവാറും ഡാഷിൻ്റെ മക്കളെന്നായിരിക്കും പൊതുജനത്തെ വിളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളം ഭരിക്കുന്നവർ മക്കളെന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ആളുകളാണ്. ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ വരുന്ന 20 ലക്ഷം പേര്. തമിഴ്നാട്ടിൽ മക്കളെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. അതാ പ്രധാനമായിട്ടും അവിടുത്തെ ഇവിടുത്തെ തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ എന്തുകൊണ്ടാണ് റോഡ് ടാർ ചെയ്താൽ 1 വർഷത്തേക്കുള്ളിൽ നിൽക്കാത്തത്? കേരളത്തിൽ ഒരു ചെക്ക് ഡാം പണിതാൽ വേനൽക്കാലത്ത് എന്തുകൊണ്ടാണ് വെള്ളം നിൽക്കാത്തത്? ഒരു പാലം പണിതാൽ ആയുസെത്താതെ അത് താഴെ വീഴുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ കെട്ടിടങ്ങൾ പണിയിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് പ്രത്യേകിച്ച് പണിയിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിണ്ട് കീറി നശിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെന്ത് ചെയ്താലും അതിനോടൊരു ആത്മാർത്ഥത ഇല്ലാതെയാണ് കേരളത്തിൽ ചെയ്യുന്നത്. കണ്ടില്ല, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പണിത പല കെട്ടിടങ്ങളും കീറി നശിച്ച് നിൽക്കുന്നത്, വിണ്ട് കീറി. സ്കൂൾ കെട്ടിടങ്ങൾ പുതുതുപോലെ ഇടിഞ്ഞു വീണല്ലോ ഈ അടുത്ത കാലത്ത്. എന്നാൽ തമിഴ്നാട്ടിലെ ജനപ്രതിനിധികളായ MLA-മാരും MP-മാരും അവരുടെ നാടിൻ്റെ വികസന കാര്യത്തിൽ കേരളത്തിലെ MP-മാരെക്കാളും MLA-മാരെക്കാളും തികച്ചും വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഭരണകാലത്തെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലൻ പറഞ്ഞത്, സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതിയെക്കുറിച്ച് പൊതുജനങ്ങൾ എന്ന കൊഞ്ഞാണ്ടന്മാർ അറിയേണ്ട കാര്യമില്ലെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. തമിഴ്നാട്ടിൽ ശ്രീ ജോസഫ് വിജയ്ക്ക് ലഭിച്ചതുപോലെ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥ കേരളത്തിൽ വരികയായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര അട്ടിമറികൾ നടന്നേനേയും, ഭരണം പിടിച്ചെടുക്കാൻ എന്തുമാത്രം കളികൾ നടന്നേനേയും. ഇവിടെ അധികാരത്തിന് വേണ്ടി ഏതവനെയും കാലേ വാരി തറയിലടിക്കാൻ ആർക്കും ഒരു മടിയും മറയും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. എന്താ ഇതിന് പരിഹാരം? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന സകലവനും എങ്ങനെ എറിഞ്ഞു നശിപ്പിക്കാം, എങ്ങനെ അത് സകലതും തകർക്കാം എന്ന ചിന്ത മാത്രം അവൻ്റെ കൈമുതൽ. എങ്ങനെ പണിയാം എന്ന് അവൻ അറിയത്തില്ല. അഥവാ പണിയണമെങ്കിൽ അവൻ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ബിനാമിയായിട്ട് പണിയാനേ അവൻ അറിയാവൂ.
പണ്ട് എൻ്റെ കൂടെ എനിക്ക് പണിയുണ്ടായിരുന്ന കാലത്ത് ഒരു മൈക്കാട് പണിക്കാരനുണ്ടായിരുന്നു. അവനോട് ഞങ്ങൾ പണിതുകൊണ്ടിരുന്ന വീടിൻ്റെ മുറ്റത്തെ തെങ്ങിൽ നിന്ന് മൂത്ത തേങ്ങ ഇടാവോ എന്ന് ആവശ്യപ്പെട്ടു. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നിയേട്ടാ, എനിക്ക് പകൽ വെളിച്ചത്തിൽ മൂത്ത തേങ്ങ തിരിച്ചറിയത്തില്ല, രാത്രിയിലാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. എന്നതാ അവൻ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സത്യത്തിൽ കേരളത്തിലെ 99% രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മനോഭാവം ഇതാണ്. എനിക്കെന്ത് കിട്ടും, എൻ്റെ നാടിന് എത്ര മനോഹരമായി ചെയ്യാവുന്നല്ല, എനിക്കെന്ത് കിട്ടും. കാരണം എന്താ? ഒന്നും സ്വന്തമായി ഉണ്ടാക്കി പരിചയമില്ല. ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കി അധ്വാനത്തിൻ്റെ വില അറിയാവുന്നവരെയും സ്വന്തമായി അധ്വാനിച്ച് ജീവിച്ച് വളർന്നു വന്നവരെയും കണ്ടെത്തി നാടിൻ്റെ ഭരണം അവരെ ഏൽപ്പിക്കുന്ന കാലത്ത് മാത്രമേ കേരളത്തിന് ഗതി ഉണ്ടാവുള്ളൂ. തമിഴ്നാട്ടിലെ ഭരണം മിക്കവാറും എല്ലാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് എങ്കിലും അവർക്കൊക്കെ എങ്ങനെയാണ് അധ്വാനിച്ച് പണമുണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ടറിയാം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയൊക്കെ കൃത്യമായി അധ്വാനത്തിൻ്റെ വില അറിയാവുന്ന ആളുകളാണ്. കേരള രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്ര പേർക്ക് അധ്വാനത്തിൻ്റെ വില അറിയാവുന്നത്? ഞാൻ ചിന്തിക്കുന്നത് വിരലിലെണ്ണാവുന്ന ചുരുക്കം ചിലർക്ക് മാത്രമേ ഉള്ളൂ. പലർക്കും അറിയാവുന്നത് ബ്ലാക്ക് എങ്ങനെ വെളുപ്പിക്കാം, അതിനുള്ള ബിസിനസ്സുകൾ എങ്ങനെ ചെയ്യാം എന്നത് മാത്രമാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ സകലവിധ വികസനത്തിൻ്റെയും കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി വിവരമുള്ള, നാടിനെ സ്നേഹിക്കുന്ന, നാടിൻ്റെ വളർച്ചയെ അതിയായി ആഗ്രഹിക്കുന്ന ഒരു ഭരണമുണ്ടാകാനായി നമുക്ക് ഭാവിയിലേക്കെങ്കിലും ആഗ്രഹിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.